എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഉറപ്പായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്, നന്നായിട്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഉത്തരം 5 ജില്ലകൾ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെ? ഉത്തരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം എന്ന്? ഉത്തരം 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം R ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഉത്തരം B രാമകൃഷ്ണറാവു. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 1956 നവംബർ 1. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് അന്ന ചാണ്ടി. എന്നാൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ പുരുഷ ജഡ്ജി ആരായിരുന്നു? ഉത്തരം KT കോശി. കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? ഉത്തരം വാസ്കോ ഡ ഗാമ. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം സർദാർ KM പണിക്കർ. ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 11 അംഗങ്ങൾ. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? ഉത്തരം C അച്യുതമേനോൻ. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ഉത്തരം കല്ലട. 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം? ഉത്തരം 6. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത്? ഉത്തരം കോഴിക്കോട്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്.
വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയുടെ പേര് എന്ത്? ഉത്തരം കബനി. മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം എന്നായിരുന്നു? ഉത്തരം 2012 നവംബർ 1. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ. കേരള ഗാനം രചിച്ചത് ആര്? ഉത്തരം ബോധേശ്വരൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ്? ഉത്തരം തുലാം മാസത്തിൽ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം PN പണിക്കർ. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? ഉത്തരം എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശൂർ. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏത്? ഉത്തരം കുറുവ ദ്വീപ്, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയുടെ പേര് എന്ത്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത്? ഉത്തരം കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? ഉത്തരം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത്? ഉത്തരം ചക്ക. കേരളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം MT വാസുദേവൻ നായർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പഴശ്ശിരാജ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം. കേരളത്തിലെ ആദ്യ ഡാം ഏത്? ഉത്തരം മുല്ലപ്പെരിയാർ. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്ന്? ഉത്തരം 1949 ജൂലൈ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള നദിയുടെ പേര് എന്ത്? ഉത്തരം ചാലക്കുടി പുഴ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏതാണ്? ഉത്തരം മൂന്നാർ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? ഉത്തരം കഥകളി. കേരളത്തിലെ നിത്യഹരിത വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ഉത്തരം ചിന്നാർ. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത്? ഉത്തരം മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം തട്ടേക്കാട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 6. വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? ഉത്തരം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. കേരളത്തിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. കേരളത്തിലെ ആദ്യ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ആലപ്പുഴ. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പാ നദിയിൽ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്?
ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? ഉത്തരം KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം പുനലൂരിൽ. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുഖപത്രം എന്താണ്? ഉത്തരം ഗ്രന്ഥാലോകം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 941. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം 34 കായലുകൾ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 44 നദികൾ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? ഉത്തരം ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏത്? ഉത്തരം ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരളധരണി. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എന്ന്? ഉത്തരം 2013 മെയ് 23. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയുടെ പേര് എന്ത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം നെയ്യാർ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം വയനാട്.
കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഉത്തരം ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏത്? ഉത്തരം കുന്നത്തൂർ. അപ്പം എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.